വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SI സിവിൽ ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ മൊഡ്യൂൾ 4 വാലുവേഷനിലുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. A two-storied building is located on a plot of area 1000 square meter with a rupees 5000 per square meter. The plinth area of each story is 500 square meter. The building of RCC framed structure and the future life may be taken as 70 years. The building fetches a gross rent of rupees 10,000 per month. Work out the capitalized value of the property on the basis of 6% net yield. Adopt following data for calculation. First of all, municipal tax 10% of gross rent, property tax 5% of gross rent, insurance premium at 0.5% of gross rent, miscellaneous charges at 2% of gross rent, sinking fund per annum rupees 2,000. Now other outgoings to be considered for calculation. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യണം. മറ്റ് കാര്യങ്ങളൊന്നും ഔട്ട് ഗോയിങ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇല്ല. അതും എടുത്തു തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഒരു കാര്യം എടുത്ത് പറഞ്ഞേക്കുന്നുണ്ട്. ഗ്രോസ് റെൻ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതും എങ്ങനെ? മന്ത്ലി. അപ്പം മന്ത്ലി ഗ്രോസ് റെൻ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് വരുന്നത്? 10,000. ഓക്കെ, അപ്പോൾ മന്ത്ലി തന്നാൽ നമുക്ക് ആനുവലി കണ്ടുപിടിച്ചൂടെ? അപ്പോൾ ആനുവൽ ഗ്രോസ് റെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 10,000 ഇൻറ്റു ആനുവലി എത്രയാണ് വരുന്നത്? 12 അല്ലേ മന്ത്. സോ 12,000 ഇതാണ് നമുക്ക് കിട്ടുന്ന ആനുവൽ ഗ്രോസ് റെൻ്റ് എന്ന് പറയുന്നത്. ഇനി വേറെ ഒന്നുമില്ല, 12 ആ ഒരു 4 0 വിട്ടു പോകരുത്. 0 ഏതെങ്കിലും ഇപ്പം ഞാൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും 0 വിട്ടുപോയാലും നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് നോക്കി ചെയ്യണം, അല്ലെങ്കിൽ ഇതിൽ കോപ്പി ചെയ്യാൻ പാടില്ല. അടുത്ത് പറയുന്നത് മുനിസിപ്പൽ ടാക്സ് ക്വസ്റ്റ്യനിൽ തന്നെ 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആനുവൽ ഗ്രോസ് റെൻ്റ് എടുക്കുക. ആ ആനുവൽ ഗ്രോസ് റെൻറ്റിൻ്റെ 10% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത് ചെയ്യാം? കറക്റ്റ് ആൻസർ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 12,000 എന്നുള്ള രീതിക്ക് നമുക്ക് കിട്ടും മുനിസിപ്പൽ ടാക്സ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പ്രോപ്പർട്ടി ടാക്സ്. അപ്പോൾ രണ്ടാമത്തേത് പ്രോപ്പർട്ടി ടാക്സ് എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 5% ആണ് വരുന്നത്. സോ പ്രോപ്പർട്ടി ടാക്സ് 5% ആകുമ്പം നോക്കാം, നമ്മുടെ ആനുവൽ എടുക്കാം. ആനുവൽ ഉള്ളതിൻ്റെ 5 ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കിട്ടും? 12 ഇൻറ്റു 5 ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും. 6,000 ആണ് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ്. അടുത്ത് നമ്മൾ നോക്കുന്നത് ഇൻഷുറൻസ് ആണ്, കാരണം ക്വസ്റ്റ്യനിൽ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷുറൻസ് പ്രീമിയം 0.5% ആണ് പറഞ്ഞിരിക്കുന്നത്. സെയിം തന്നെയാണ്, നേരത്തെ സെയിം രീതി തന്നെ 0.5/100. നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കണേ, കറക്റ്റാണോ ആൻസർ ഒന്ന്. 600 ആണ് നമുക്ക് ഇൻഷുറൻസ് പ്രീമിയത്തിന് വരുന്ന വാല്യൂ. ദെൻ മിസ്ലേനിയസ് ചാർജസ് 2% ആണ് വരുന്നത്. മിസ്ലേനിയസ് ചാർജസ് 2%. അപ്പോൾ 2% വരുമ്പോൾ അതും സെയിം തന്നെയാണ്. എങ്ങനെ? 2/100 വരും. 2,400 ആണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള സിങ്കിങ് ഫണ്ട് നോക്കാം. അതും ക്വസ്റ്റ്യനിൽ എത്ര തന്നെ പറഞ്ഞിട്ടുണ്ട്? 2,000. അതിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. സിങ്കിങ് ഫണ്ട് ഫിക്സഡ് ക്വസ്റ്റ്യനിൽ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 2,000. ഇനി നമുക്ക് കണ്ടുപിടിക്കാണ്ട് ടോട്ടൽ എമൗണ്ട് ആണ്. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്യാം. ടോട്ടൽ എമൗണ്ട് നമുക്കൊന്ന് ആഡ് ചെയ്യാം. നമുക്ക് കിട്ടുന്ന ആൻസർ ഈ ഒരു രീതിയിലാണ്. ഓക്കെ, 23,000 ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ട നെറ്റ് ആനുവൽ ഇൻകം ആണ് നോക്കേണ്ടത്. നെറ്റ് ആനുവൽ ഇൻകം. ഓക്കെ, അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം കണ്ടുപിടിച്ചിട്ടുള്ള ഏതാണ്? ആനുവൽ ഗ്രോസ് റെൻ്റ്. അപ്പോൾ ആനുവൽ ഗ്രോസ് റെൻ്റ് എടുക്കാം. അതിൽ നിന്ന് ടോട്ടൽ എമൗണ്ട്
ഇപ്പോൾ കിട്ടിയ ടോട്ടൽ എമൗണ്ട് മൈനസ് ചെയ്താൽ മതിയാവും. നമുക്ക് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ 1,20,000 ആണ്. അതിൽ നിന്നാണ് 23,000 മൈനസ് ചെയ്യേണ്ടത്. സോ നമുക്ക് കിട്ടുന്ന ആൻസർ 97,000 ആണ്. അപ്പോൾ നെറ്റ് ആനുവൽ ഇൻകം കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ. അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഇക്വേഷൻ, ഈ ഇക്വേഷൻ മാത്രമല്ല പല രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടുന്ന വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാറുണ്ട്. സോ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് നെറ്റ് ആനുവൽ ഇൻകം ബൈ നെറ്റ് ഈൽഡ് റേറ്റ് ആണ്. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഈ തന്നേക്കുന്നത്. നെറ്റ് ആനുവൽ ഇൻകം ബൈ നെറ്റ് ഈൽഡ് റേറ്റ്. അപ്പോൾ നെറ്റ് ആനുവൽ ഇൻകം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 97,000 ബൈ നെറ്റ് ഈൽഡ് റേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6%. അപ്പം 0.06%. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഇത് അടക്കുന്നുണ്ട് 6% നെറ്റ് ഈൽഡ്, അതാണ് 0.06 ആയിട്ട് എടുത്ത പെർസെൻറ്റേജ് മാറ്റി. ഫൈനൽ ആൻസർ വരുന്നത് ഏകദേശം ഈ ഒരു രീതിയിലായിരിക്കും. ചെറിയൊരു ലാസ്റ്റ് ലെറ്റേഴ്സിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ആൻസർ വരുന്നത് ഈ ഒരു രീതിയിലാണ് 161667. ഓക്കെ, ഇതാണ് ആൻസർ. ഇത് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്രയും ബൈ ഹാർട്ട് ആക്കി പഠിക്കുക.